സ്വർണത്തിന്റെ വിലയിൽ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. 2-3 ദിവസങ്ങളിലായി വലിയൊരു ഇടിവ് തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, കുതിച്ചു കയറിയ സ്വർണ്ണവിലയാണ്. ഇതിൽ വില താഴുമ്പോൾ സാധാരണക്കാർ വലിയ പ്രതീക്ഷയിലാണല്ലോ. അത് തന്നെയാണ് ആവണി. അല്പം ഒന്ന് ആശ്വസിക്കാവുന്ന തരത്തിലേക്കാണ് സ്വർണ്ണവില കുറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇന്നും സ്വർണ്ണവിലയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 6640 രൂപയാണ് ഇന്ന് പവന് സ്വർണം കുറഞ്ഞിരിക്കുന്നത്. 1,11,120 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. ഗ്രാമിനും 830 രൂപ കുറഞ്ഞു. 13,890 രൂപയിലേക്ക് ഗ്രാം വിലയും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സ്വർണ്ണവില ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു തുടങ്ങിയ ഒരു കാഴ്ചയാണ് കണ്ടു തുടങ്ങുന്നത്. ജനുവരി 29 മുതൽ ഈ സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് വിദഗ്ധരും നൽകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്വർണ്ണവില കുറച്ച് ആശ്വസിക്കാവുന്ന തരത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വർണ്ണവിലയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റിൽ കാര്യമായി സ്വർണ്ണവിലയിലൊന്നും പ്രതിഫലിച്ചിരുന്നില്ല. അതിലേക്കൊന്നും ഇന്നലത്തെ ബജറ്റ് പോയിരുന്നില്ല. പക്ഷെ അപ്പോഴും സ്വർണ്ണവില ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ള ഒരു ആശ്വസിക്കാവുന്ന കാര്യമായി നമുക്ക് തൽക്കാലമെങ്കിലും പറയാം. എന്തായാലും ഈ 4 ദിവസം കൊണ്ട് 20,000-ലേറെ രൂപയുടെ ഒരു കുറവാണ് സ്വർണത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോഴും 1,00,000-ൽ കൂടുതൽ തന്നെയാണ് പവൻ വിലയുള്ളതെങ്കിൽ പോലും ഇനി വരും ദിവസങ്ങളിലെങ്കിലും സ്വർണ്ണവില കുറയുമ്പോൾ ഒരു പക്ഷേ 1,00,000-ൽ താഴേക്ക് സ്വർണ്ണവില എത്താനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇതുവരെ രേഖപ്പെടുത്തിയത് 1,31,160 എന്നുള്ളതാണ്. 20,040-ലേറെ ഇടിവാണ് ഈ 4 ദിവസം കൊണ്ട് വിലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നെന്തായാലും 6,640 രൂപ കുറഞ്ഞതോടെ സ്വർണ്ണവിലയിൽ 1,11,120 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് പവൻ വില എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ രാജ്യാന്തര വിലയിടിവും തുടരുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ട്രോയ് ഔൺസിന് $4,650 രാജ്യാന്തര വില വ്യാപാരം നടക്കുന്നത്. അത്തരത്തിൽ രാജ്യാന്തര വിലയിലെ ഇടിവ് ഈ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ സ്വർണ്ണവില കുറച്ച് 2-3 ദിവസമായി തന്നെ കുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശനിയാഴ്ചയാണ് പവൻ ഒറ്റയടിക്ക് 6,320 രൂപ കുറഞ്ഞത്. അതിനുശേഷം ഇന്ന് തിങ്കളാഴ്ച 6,640 രൂപയും കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഡിസംബർ 23-നായിരുന്നു സ്വർണ്ണവില ആദ്യമായി 1,00,000 എന്നുള്ള വലിയൊരു സംഖ്യയിലേക്ക് എത്തിയത്. പിന്നീട് ഇങ്ങോട്ട് കുറച്ച് ദിവസം സ്വർണ്ണവില ഒന്ന് കുറഞ്ഞതെങ്കിൽ പോലും പിന്നീട് വീണ്ടും സ്വർണ്ണവില കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ റെക്കോർഡ് വിലയിലേക്ക് കൂടി സ്വർണ്ണവില എത്തിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ 4 ദിവസത്തിന് ഇടയിലാണ് ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഈ കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒപ്പം തന്നെ ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരത അടക്കമുള്ള ഘടകങ്ങളും ഈ സ്വർണ്ണവിലയെ പ്രതിഫലിക്കുന്നുണ്ട്. ഇനിയും നമുക്കറിയാം, എല്ലാ ദിവസവും 2 തവണയെങ്കിലും സ്വർണ്ണവിലയിൽ ഒരു മാറ്റം നമ്മൾ കാണുന്നതാണ്. ഇനിയും ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ കുറവോ കൂടുതലോ ഉണ്ടാകുമോ എന്നുള്ളതും ഒരു ആകാംക്ഷ നിറഞ്ഞത് തന്നെയാണ്. പക്ഷെ 1,11,120 എന്നുള്ള ഒരു വിലയാണെങ്കിൽ പോലും ഈ ഒരു വിലയിൽ നമുക്ക് 1 പവൻ സ്വർണം ലഭിക്കില്ല എന്നുള്ളതാണ് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ. GST അടക്കമുള്ള കാര്യങ്ങൾ, പണിക്കൂലി മുതലായ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിലേറെ രൂപ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് 1 പവൻ സ്വർണ്ണമെങ്കിലും ഇന്നത്തെ ഒരു വിലയിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാലും തൽക്കാലമെങ്കിലും ആശ്വസിക്കാവുന്ന തരത്തിലേക്കാണ് സ്വർണ്ണവില കുറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഈ ജ്വല്ലറികളിലേക്കൊക്കെ ആളുകൾ എത്തുന്നത് സ്വർണം വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മളോട് തന്നെ സ്വർണ്ണ വ്യാപാരികൾ പറയുന്നതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ സ്വർണ്ണവില കൂടി നിൽക്കുന്ന സമയമാകുമ്പോൾ ജ്വല്ലറികളിലൊന്നും ഒരു വ്യാപാരം നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടേക്കൊക്കെ എൻക്വയറിയായി എത്തുന്നതും ഈ സ്വർണം വിറ്റ് കഴിയുമ്പോൾ എങ്ങനെ വിൽക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഒരു എൻക്വയറി നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഇപ്പോൾ സ്വർണ്ണവില ഇത്തരത്തിൽ തന്നെ കുറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും വീണ്ടും ജ്വല്ലറികളിലേക്ക് ആളുകൾ സ്വർണ്ണം വാങ്ങാനായി എത്താൻ ഉള്ളൊരു ചാൻസ് ആണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. സ്വർണ്ണവില നിലവിൽ ഇപ്പോൾ 1,11,120 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രാം വിലയും അതുപോലെ തന്നെ 15-ൽ താഴെ എത്തിയിട്ടുണ്ട്. 13,890 എന്നുള്ളതാണ് ഗ്രാം വിലയിലായി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിലിപ്പോൾ സ്വർണ്ണവില 6,640 രൂപയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. ആവണി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.